ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൊണ്ടുപോ സാറേ, നോക്കിക്കൊണ്ട് നിൽക്കാതെ. കൊണ്ടുപോയിട്ട് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം രണ്ടെണ്ണത്തിനും. എന്റെ പ്രിയമോളെ നീയും അവളും കൂടി കൊന്നതല്ലേടാ? അല്ല, നിന്നെ വെറുതെ വിടുമെന്ന് കരുതിയോ? സാറേ, അതെ, അവള് പിന്നാമ്പുറത്തുകൂടി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. കേറി പിടിക്ക് സാറേ, പോ. ഐ എം വെരി സോറി. എനിക്ക് നിങ്ങളുടെ മകളെ കസ്റ്റഡിയിൽ എടുക്കണം. ദേവാ, നീ കണ്ടില്ലേടാ, നമ്മുടെ പ്രിയങ്കമോളെ കൊന്നവൻ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? കൃഷ്ണ, ചെയ്യാത്ത തെറ്റിന് അവരുടെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സത്യം എന്താണെന്നറിയാലോ, പിന്നെ എന്തിനാ ഈ പരീക്ഷണം? പ്ലീസ്. എന്താ സാറേ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? പിടിച്ചോണ്ട് പോവളെ. എന്തിനാടി ഇവിടെ ഇരിക്കുന്നേ? നിന്നെ കൊണ്ടുപോകാനാ അവര് വന്നിരിക്കുന്നേ. ചെല്ലങ്ങോട്ട്. അങ്ങോട്ട്. ഇല്ല, ഞാനും അവരുടെ തെറ്റൊന്നും ചെയ്തിട്ടില്ല സർ. എന്നെ ഭഗവാന്റെ മുന്നിൽ വെച്ച് ഞാനിത് പറയുന്നത്. ചെയ്യാത്ത തെറ്റിന് എന്നെ മനഃപൂർവ്വം ശിക്ഷിക്കുന്നത് ആരായാലും അവരനുഭവിക്കും. അവർക്കുള്ള ശിക്ഷ ഭഗവാൻ കൊടുത്തോളും. എടി, ഭഗവാന്റെ ശിക്ഷ തന്നെയാടി നിന്നെ തേടി വന്നേ. ഇനി ആറ്റുവാശ്ശേരിയിലല്ല, ജയിലിൽ കിടന്നാ മതി. കൊണ്ടുപോ സാറേ. പോടി അങ്ങോട്ട്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നോക്കിക്കൊണ്ട് നിൽക്കാതെ. സർ, എന്നെ വിടും. അമ്മ ഞാൻ പ്രിയ ഒന്നും ചെയ്തിട്ടില്ല. അമ്മ ഇവരോടൊന്നും പറയാമേ. വാടി. അച്ഛാ, അച്ഛാ ഒന്ന് പറയച്ച. അച്ഛാ, ഇവരോടൊന്ന് പറ. അച്ഛാ, വിട്. അച്ഛാ, പറ. വിട് അച്ഛാ. അച്ഛാ, പേടിക്കണ്ട.
കൊണ്ടുപോ സാറേ, നോക്കിക്കൊണ്ട് നിൽക്കാതെ. കൊണ്ടുപോയിട്ട് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം രണ്ടെണ്ണത്തിനും. പിടിച്ചു കയറ്റ്. പോടി അങ്ങോട്ട്. ദേവാ, ഇനി കണിമംഗലത്തുകാരുടെ കാശ് കൊണ്ടൊന്നും നിയമത്തെ തോൽപ്പിക്കാൻ പറ്റില്ല. നിന്റെ മോളെ കൊന്നതിനുള്ള ശിക്ഷ ഭഗവാൻ അവർക്ക് കൊടുക്കും. അവനും അവൾക്കും ജീവിതത്തിൽ ഇനി മനസമാധാനം കാണില്ല, നശിച്ചു പോവും. ദേവേട്ട, എന്താ ഒന്നും മിണ്ടാത്തെ? അയ്യോ ഈശ്വരാ, പരമേശ്വര, നീ ഈ ദുരഭിമാനമൊക്കെ മാറ്റിവെച്ചിട്ട് വരുണിനെ രക്ഷിക്കാനുള്ള ഏർപ്പാടുണ്ടാക്ക്. വക്കീലിനെ ഏർപ്പാട് ചെയ്യുകയോ അതോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കുകയോ ഒക്കെ ചെയ്യും. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? നമ്മളാരും തിരിഞ്ഞു നോക്കാതിരുന്ന അവന്റെ കാര്യം എന്താവും? അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അവൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചാൽ പോരെ? ഒരു തെറ്റും ചെയ്യാത്തവരെ പോലീസുകാരെ ദ്രോഹിക്കാറില്ലേ? തെറ്റ് ചെയ്യാത്തവര് ജയിലിൽ ചെന്ന് കിടക്കുന്നില്ലേ? അപ്പോ അത് വിധിയാണെന്നും പറഞ്ഞ് സമാധാനിക്കാൻ പറ്റുമോ?